ടാറ്റ മോട്ടോഴ്സിൻ്റെ ഗ്ലാമർ പിക്കപ്പ് സീരീസാണ് ഇൻട്ര സീരീസ് എന്ന് പറയാം. അതിനകത്ത് V10 മുതൽ V70 വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ലൈനപ്പ് ഉണ്ട് എന്ന് പറയാം. മൈലേജിൻ്റെ കാര്യത്തിൽ ചെറിയ വാഹനത്തിനകത്ത് വലിയ വെയിറ്റ് ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ ഇൻട്ര സീരീസ് അടിപൊളിയാണ് എന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത് ഇൻട്ര V70 എന്ന് പറയുന്ന മോഡലാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇൻട്ര സീരീസിൽ ഏറ്റവും അവസാനം വന്നിട്ടുള്ള മോഡലാണ്. അതിൽ തന്നെ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഇൻട്ര V70 AC എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഗ്ലാമർ പിക്കപ്പ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ എനിക്കൊക്കെ അറിയാം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു കാറിൻ്റെ ഫ്രണ്ട് പോലെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈനാണ് ഇൻട്ര സീരീസിന് മൊത്തം വന്നിട്ടുള്ളത്. അതിനകത്ത് ഇൻട്ര പിക്കപ്പ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, അതുപോലെ തന്നെ V70 AC എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് V10 പോലെ തന്നെ ഫീൽ ചെയ്യണ്ടല്ലേ. അതുപോലെ തന്നെ ഗ്രില്ലിനകത്ത് ടാറ്റയുടെ ലോഗോ, അതിൻ്റെ ആ ഒരു ക്രോം ഫിനിഷ്, ഇതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു കാർ ഗ്രില്ലിനോട് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ കാണാം, ഹാലജനാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും ശരിക്കും ഒരു കാർ സ്റ്റൈൽ ഫീൽ ഉണ്ട് എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്തൊരു ഫോഗ് ലാമ്പ് ഹൗസിങ് കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. 2 വൈപ്പർ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ ഗ്ലാസ് ആണല്ലേ, നൈസ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് മൊത്തം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാമർ പിക്കപ്പ് സീരീസ് ആണ് എന്ന് പറയാമെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ചേഞ്ചസ് ഉണ്ട്. അതായത് ഇൻട്ര സീരീസിൽ നമ്മൾ ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് ചേഞ്ചസ് ബാക്കിലേക്ക് വരുന്ന സമയത്തുണ്ട്. അതൊന്ന് നമുക്ക് ഫുഡ് റെസ്റ്റിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ളതാണ്. ഇവിടെ ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറാൻ കുറച്ചുകൂടി ഉയരം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ചെറിയ പിക്കപ്പിൽ ഫുഡ് റെസ്റ്റ് വരുന്നത് ആദ്യമായിട്ടാണ്. വീൽ അവിടെ കാണാം, വലിയ ചേഞ്ചുകളൊന്നുമില്ല. ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പലപ്പോഴായിട്ട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, സാധാരണഗതിയിൽ ഇൻട്ര വാഹനങ്ങളുടെ ഈ ഒരു ബോഡി ശരിക്കും ഇതിനോട് കണ്ട് ചാരിയിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഇതിനകത്ത് ഇത് കുറച്ചും കൂടി തള്ളിയിട്ടുണ്ട്. കാരണം ഇതൊരു 5.7 ഇഞ്ച് വീതിയുള്ള ഒരു പേലോഡ് ഏരിയയാണ്. 9.7 ഇഞ്ച് ഇതിൻ്റെ ഈ ഒരു ലെങ്ത്തും ഉണ്ട് എന്നുള്ളതാണ്. 1700 കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റി കമ്പനി ഇതിന് നൽകുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഇത് കമ്പനി പറയുന്നത് 1700 കിലോഗ്രാമാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും 200 കിലോഗ്രാം കൂടുതൽ പേലോഡ് കപ്പാസിറ്റി ഈ വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഭാഗം പറയുന്ന സമയത്ത് എഞ്ചിൻ കൂടി പറയാം. ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. 80 PS പവറും 220 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആ എഞ്ചിന് ശരിക്കും അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു എഞ്ചിനാണ്. അതായത് ലോഡ് വലിക്കാനോ ഒക്കെ ഇതൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി മറ്റൊരു കാര്യം, ഇതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷനിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് കൊടുത്തേക്കുന്നത് പാരബോളിക് സസ്പെൻഷനാണ്. 2 ലീഫോട് കൂടിയിട്ടാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊരു വലിയ ചേഞ്ചാണ്. നേരത്തെ ഉണ്ടായിരുന്നത് 5 ആയിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് കാര്യമായിട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് സെമി എലിപ്റ്റിക്കലാണ്. അതിനകത്ത് 10 ലീഫുകളാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് ഓടിച്ച് കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഗതിയിൽ പറയാറുണ്ട് ലീഫിൻ്റെ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വരും എന്നുള്ളത്. അതായത് ഒരു അടി വരും ലോഡില്ലാത്ത സമയത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു സാധനം എനിക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയണം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നമ്മൾ കണ്ടതുപോലെ തന്നെ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. നമുക്കിത് ഓപ്പൺ ആക്കാം. ഇതൊക്കെ കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്ഷൻ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇൻട്ര എന്ന് പറയുന്നൊരു ബാഡ്ജിങ്, താഴത്ത് നമുക്ക് സ്പെയർ വീലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടി വലിക്കാൻ ഹുക്കുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇപ്പം ഇത് നിലവിൽ ബോഡിയോട് കൂടി, അതായത് ഈ ഒരു ബോഡി ടൈപ്പോട് കൂടിയിട്ടാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് എടുത്തിട്ട് പലതരത്തിൽ ബോഡി ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതുപോലെ സ്നോർക്കൽ, റിയർ വ്യൂ, ഗ്ലാസ് ഏരിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. 35 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അതുപോലെ തന്നെ 12 ലിറ്ററിൻ്റെ ആഡ് ബ്ലൂ ഉണ്ട്. അപ്പുറത്തെ സൈഡിലാണെന്ന് മാത്രം. ഡോർ ഹാൻഡിൽ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇത് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഒരു പാസിംഗ് ത്രൂ ക്യാബിൻ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്യാബിനാണ്. ഇത്തവണത്തെ ഒരു അഡ്വാൻറ്റേജ് സ്റ്റെപ്പാണ്. നമുക്ക് ഇതിൽ ചവിട്ടിയിട്ട് ഇവിടെ ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തം പിടിച്ചിട്ട് അകത്തേക്ക് കയറിയിരിക്കാം എന്നുള്ളതാണ്. നൈസ്. ഫാബ്രിക് അപ്പോൾസ്റ്റോട് കൂടി വന്നിട്ടുള്ള സീറ്റുകളാണ്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ആ ഒരു അപ്പ് ഫേസർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു AC വെൻറ്റിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നമ്മളൊരു കാര്യം കൂടി പറയാം, 2 ഓപ്ഷൻ ഉണ്ട്, AC-യും വിത്തൗട്ട് AC-യും. അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത്. ഇത് വൈറ്റ് കളർ, അതായത് 2 കളറിലാണ് ഇതുള്ളത്. ഈ കളറിൻ്റെ പേര് മിനറൽ ഗ്രേ എന്നാണ്. പിന്നെ കോമൺ ആയിട്ടൊരു വൈറ്റ് കളർ കൂടി ഉണ്ട്. അപ്പോൾ വൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വൈറ്റ് ആവും. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു ലോഡ് പർപ്പസിനല്ല യൂസ് ചെയ്യുക. അപ്പോൾ ഈ കളർ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഡ്രൈവ് മോഡുകൾ ഇവിടെ കാണാം. എക്കോ മോഡ് കുറച്ചുകൂടി മൈലേജ് എഫിഷ്യൻ്റ് ആവുന്നതാണ്. ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. 5 സ്പീഡ് ട്രാൻസ്മിഷൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മ്യൂസിക് സിസ്റ്റത്തെയും കൊടുത്തിട്ടുണ്ട്, ടാറ്റയുടെ തന്നെ. ഇവിടെയും നമുക്ക് ആ ഒരു ബോഡി കളർ. നോൺ AC ഭാഗമാവുന്ന സമയത്ത് ഇതൊക്കെ എംപ്റ്റി ആയിട്ട് കിടക്കും. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഉണ്ടെന്നാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ക്യാബിനും കാര്യങ്ങളൊക്കെ. നമുക്കിതിലൂടെ ഡ്രൈവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. 3 ആളുകൾക്കും വേണമെങ്കിൽ ഫ്രണ്ടിൽ ആയാസേന ഇരിക്കാം. നല്ല വിസിബിളാണ്. അത്യാവശ്യം നല്ലൊരു
നീറ്റ് ഇൻറ്റീരിയർ കൂടിയാണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതാണ് ഇൻട്ര V70. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഇൻട്ര സീരീസിൽ നിന്ന് ഇതിൻ്റെ വളരെ പെട്ടെന്നുള്ളൊരു കമ്പാരിസൺ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല അടിപൊളി റോബസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. സസ്പെൻഷനിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നു, പേലോഡ് കപ്പാസിറ്റി മാറി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. കുറച്ചുകൂടി വലിയ പേലോഡ് ഏരിയ വന്നു, വെയിറ്റും കൂടുതൽ വന്നു എന്നുള്ളതൊക്കെയാണ് V70ലേക്ക് വരുന്ന സമയത്ത് വ്യത്യാസം. V സീരീസിൽ, അതായത് ഇൻട്ര സീരീസിൽ, V സീരീസിൽ 10, 20 അങ്ങനെ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും വരുന്ന ചേഞ്ചുകൾ പേലോഡിൻ്റെ കാര്യത്തിലാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. അതിനനുസരിച്ചാണ് ഈ നമ്പറുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഈ വാഹനത്തിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,13,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. എനിക്ക് തോന്നുന്നു ഓൺ റോഡ് പ്രൈസിൽ എന്തൊക്കെയോ ഒരു ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ച് 10,45,000 രൂപക്കൊക്കെ ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസിൽ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർഷിപ്പിൽ ബന്ധപ്പെടാം, ടാറ്റ മോട്ടോഴ്സിൻ്റെ. ഇപ്പം ഞാൻ ഈ ഒരു വാഹനം എടുത്തത് പോപ്പുലർ ടാറ്റയിൽ നിന്നാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെയും ബന്ധപ്പെടാം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, മൈലേജ്. ഇൻട്ര സീരീസിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും മൈലേജ് ആണ് എന്നുള്ളതാണ്. അതായത് ഇത്രയും ലോഡ് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കൊരു 12 മുതൽ 15 വരെ ഈ വാഹനത്തിന് മൈലേജും കിട്ടുന്നുണ്ട്. ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് നിലവിൽ V70ക്ക് ഉണ്ട്. ഇതിന് മുമ്പുള്ള V50ൻ്റെ ചില കസ്റ്റമർ റിവ്യൂസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് തോന്നുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. വൈ ഇൻട്ര? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഡ്രൈവ് ആരംഭിക്കാം. 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ലുക്ക്, അടിപൊളി ലുക്കാണ്. രണ്ടാമത്തത് മൈലേജ്, ഫ്യൂവൽ എഫിഷ്യൻസി അത്യാവശ്യം നന്നായിട്ട് ഈ വാഹനത്തിനകത്തുണ്ട്, ആവറേജ്. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടി നമുക്ക് പറയാം, മികച്ച മൈലേജിൽ നല്ല ലുക്കുള്ള ഈ വാഹനത്തിനകത്ത് ഒരുപാട് വെയിറ്റ് കൊണ്ടുപോകാം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരു എക്സിക്യൂട്ടീവ് പിക്കപ്പാണ് ഇൻട്ര എന്നുള്ളതാണ് ഇൻട്ര വാഹനങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള വലിയൊരു പ്രത്യേകത. അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് ഓടിക്കുന്ന സമയത്ത് സാധാരണ ഒരു ഇൻട്ര വാഹനം ഓടിക്കുന്നതിൽ നിന്നുള്ള വ്യത്യാസം ആ ഒരു പാരാബോളിക് സസ്പെൻഷനും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകത. നമ്മൾ ഹമ്പൊക്കെ ചാടുന്ന സമയത്ത് ടച്ചിന് എടുത്തിട്ടുന്ന ആ ഒരു ഫീലോ, അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഫീലോ ഒന്നും തന്നെ ഈ വാഹനത്തിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളത് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഫീലാണ്. അത് വളരെ നല്ലൊരു ചേഞ്ചായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എടുത്ത് പറയാം. പിന്നെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് കൂടി പറയാം. ഹൈഡ്രോളിക് ആണ്, പവർ സ്റ്റിയറിംഗ് അല്ല. പിന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ സസ്പെൻഷൻ മാറിയതുകൊണ്ട് ജെർക്ക് ഇല്ല എന്നല്ല, സസ്പെൻഷൻ മാറിയതുകൊണ്ട് ജെർക്ക് നേരത്തെ ഇല്ല, എത്ര ഇല്ല, കുറച്ചുകൂടി പതിഞ്ഞൊരു വാഹനമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. 3600 എന്തോണ് ഇതിൻ്റെ മൊത്തം കർവ് വെയിറ്റ് വരുന്നത്. അതും കൂടി ഞാനിതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ പേലോഡ് ഏരിയ, ഇപ്പം നമ്മൾ മിററിലൂടെ ഒക്കെ നോക്കുന്ന സമയത്ത് ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ മിററില്ലേ, ഇത് ഈ മിററിൻ്റെ ഡിസൈൻ പുതിയതാണ്. നേരത്തെ ഉണ്ടായിരുന്ന മിററിനെ അപേക്ഷിച്ച് ഒരു പുതിയ മിറർ ഡിസൈൻ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി വിസിബിളാണ്. അങ്ങനെ ഒരു പുതിയ മിറർ സിസ്റ്റം കൊണ്ടുവരാണ്ടായ ഒരു കാരണം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി വലിയ മിറർ വേണം എന്നുള്ള തോന്നൽ എനിക്ക് തോന്നുന്നത് ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് കൂടി ഇതിൻ്റെതാണ്. അപ്പോൾ അതിൽ ഓടിക്കാൻ നല്ല സുഖമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. പിന്നെ ഈ ഒരു ചേഞ്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എടുത്ത് വേണ്ടത്. പിന്നെ അത് വെയിറ്റ് കയറ്റുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. ഇതിനകത്ത് വെയിറ്റ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സസ്പെൻഷൻ്റെ ഒരു പ്ലേ അത്രയും നല്ലതാണ് എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് മാനൂർ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഒരു 60-ലൊക്കെ പോകാം കേട്ടോ. 60-ലാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. അടിപൊളി. ഗിയറിൻ്റെ പൊസിഷൻ ഇവിടെയാണ്, 5 സ്പീഡാണ്. അതൊക്കെ ഭയങ്കര അല്ലേ, ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു പൊസിഷനും നല്ലതാണ്. അതൊക്കെ നമ്മൾ മുമ്പ് ഇൻട്ര ചെയ്യുമ്പോൾ ഇൻട്രൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് സെയിം തന്നെ കേട്ടോ, അതിലൊന്നും വലിയ മാറ്റങ്ങളില്ല. അതപ്പോൾ ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ആ ഒരു ഫീൽ സെയിം തന്നെയാണ്. അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതാണ് ഇൻട്ര V70. V70യിലേക്ക് വന്ന സമയത്തുണ്ടായ മാറ്റങ്ങൾ, അതിൽ ഡ്രൈവ് ലൈഫിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു വിടുത്ത് കയറി നിൽക്കുന്നതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഒരു നല്ലൊരു ബിസിനസ് ചെയ്യുന്നയാൾ, ഒരു എക്സിക്യൂട്ടീവ് ബിസിനസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു 3000 കിലോഗ്രാമിൻ്റെ ഇടയിലൊക്കെ പേലോഡ് ട്രാൻസ്പോർട്ട് വരുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് ഇൻട്ര V70 എന്ന് പറയുന്ന മോഡൽ. അപ്പം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തായാലും ഒരു കാര്യം കൂടി പറയാം, നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഇത് നമ്മളുടെയൊക്കെ ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ഇടുക. ടെസ്റ്റ് ഡ്രൈവ് ഇട്ടിട്ട് നിങ്ങളെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽ എങ്ങനെയുണ്ടെന്ന് നോക്കുക. എന്നതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർഷിപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ, പോപ്പുലർ മോട്ടോഴ്സിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.